നമസ്തേ. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും, എന്നാൽ ആവശ്യത്തിന് ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലാതെ രോഗികൾക്ക് ദുരിത ഇടമായി. ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഭയക്കുന്ന ഡോക്ടർമാരും ജീവനക്കാരും, എല്ലാം സഹിക്കുന്ന സാധാരണക്കാരായ രോഗികൾ. നടക്കുന്നത് ഒന്നുമേ അറിയാത്ത മന്ത്രി, അതോ കണ്ണടയ്ക്കുന്നതോ? അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരിക്കുന്ന മന്ത്രിയുടെ ജീവനക്കാർ, ഒന്നും അറിയിക്കാതെ ഇരിക്കുന്ന ആശുപത്രികളിലെ മേലധികാരികളും. ഈ അനാരോഗ്യ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? രോഗാതുരമായ സർക്കാർ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും ഇനി എത്ര കഥകളായിരിക്കും നമ്മളോട് പറയാനുണ്ടാകുക? ഇനി എത്ര ഹാരിസുമാരുടെ തുറന്നു പറച്ചിലിനാണ് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാനാകുക? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നു പറച്ചിൽ പുറത്തുവിട്ട ആ വലിയ വിസ്ഫോടനം, അതാണ് നമ്മൾ ഇന്ന് സൺഡേ ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ചർച്ചയിൽ ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഡിജോ കാപ്പൻ, BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവർ. ആദ്യം ശ്രീ ഡിജോ കാപ്പൻ, കേൾക്കുന്നുണ്ടോ ആരോഗ്യമന്ത്രി എന്നാണ് നമ്മൾ ക്യാപ്ഷനായി കൊടുത്തിരുന്നത്. ആരോഗ്യമന്ത്രി കേട്ടു, പ്രതികരിച്ചിട്ടുമുണ്ട്. ഡോക്ടർ വളരെ മിടുക്കനാണ്, ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ വീഴ്ചയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഏത് സിസ്റ്റത്തിൻ്റെ? എനിക്ക് ഒരു പനി വന്നാൽ നമ്മൾ ആദ്യത്തെ ദിവസം അത് പരിശോധിക്കില്ല. രണ്ടാമത്തെ ദിവസം പനി കുറയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറെ കാണും. ആ ഡോക്ടർ നോക്കിയിട്ട് എന്താണ് നമ്മുടെ രോഗം എന്ന് കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഒരു രോഗം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ ഡോക്ടർ ഈ ഗവൺമെൻറ് എന്തുകൊണ്ടൊരു പരിശോധന നടത്തുന്നില്ല എന്ന് തോന്നി. ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴേക്കും ഈ തുറന്നു പറഞ്ഞ ഹരീഷിനെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ആരോഗ്യമന്ത്രി ഒരു പരിശോധനയ്ക്ക് വിധേയമായി. ഇന്നിപ്പോൾ അവർ പറയുന്ന നടപടിയൊന്നും എടുക്കുകയല്ല, സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഈ കേരളം ഭരിക്കുന്നവരോടും പറയാനുള്ളത്, ജനങ്ങളെ കയ്യിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുണ്ട്. ആ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എടുത്ത് അവർ പ്രയോഗിക്കാൻ വന്നാൽ ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരും, മൂന്നാം ഘട്ടവും തുടരും എന്നൊക്കെ പറയുന്നത്, നിലമ്പൂർ അവരൊരു ചെറിയ ശസ്ത്രക്രിയ നടത്തിയത് നമ്മൾ കണ്ടു. ഇനി 2026 അവരൊരു മേജർ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്ന നിലയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരു ദുരന്തമായിരിക്കും. എന്തായാലും നമുക്കറിയാം, ഗവൺമെൻറ് ആശുപത്രികളെ സമീപിക്കുന്ന ആരാണ്? ഇവിടെ പാവപ്പെട്ട ആളുകളാണ്. ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രി ചെന്നാൽ മിനിമം 1000 രൂപയെങ്കിലും അവിടെ നമ്മൾ ചിലവാകും എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇന്ന് ഗവൺമെൻറ് ആശുപത്രിയെ സമീപിക്കുന്നു. ഞാൻ കോട്ടയംകാരനാണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിൽ പോയി രാവിലെ 8 മണിക്ക് എടുത്തപ്പോൾ 159ാമത്തെ ടോക്കണാണ്. കണ്ണിൻ്റെ രോഗത്തിന്, അദ്ദേഹത്തിൻ്റെ രോഗം കണ്ണിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അദ്ദേഹം 1 മണിയായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പോൾ എത്രമാത്രം തിരക്ക് ഒരു ജില്ലാ ആശുപത്രിയിലുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ സ്ഥിതി നമുക്കറിയാം, പല താലൂക്ക് ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഡോക്ടർ എന്താ ചെയ്ത തെറ്റ്? ആ ഡോക്ടർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ട് ഇവിടെ മരുന്നിനും മറ്റുപകരണങ്ങൾക്കും ഉള്ള പണം കിട്ടുന്നില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി വിവിധ വകുപ്പുകൾക്കുള്ള പണം അലോട്ട് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. പക്ഷേ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ 30 ആകുക. ജൂൺ 30 ഇവർക്കുള്ള ഫണ്ട് അലോക്കേഷൻ പോലും നടത്തിയിട്ടില്ല. അതാണ് ഇതിൻ്റെ മേജർ പ്രശ്നം. ഇവിടെ നമ്മൾ റീലുകളൊക്കെ കാണുന്നുണ്ട്, കേരളം ഒന്നാമതാണ്, രാജ്യത്തൊന്നാമതാണ്, ലോകത്തൊന്നാമതാണ്, കേരളത്തെ കണ്ട് പഠിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഈ ഡോക്ടർ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ആണ് ആ പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് പോയപ്പം അവിടുത്തെ ഒരു പ്രിൻ്റ് മാധ്യമത്തിൽ കണ്ടു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 242 ഹൗസ് സർജൻസി ഡോക്ടർമാർ പുറത്തു പോയിരിക്കുന്നു. ഇനി അടുത്ത ബാച്ച് വരണമെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടെ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സേവനം കൊടുക്കുന്ന ഹൗസ് സർജൻസ്മാർ 3 മാസക്കാലത്തേന് ഉണ്ടാവില്ല. ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ. ഇത് സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഡയറക്ടർ മന്ത്രിയെ ഭരണതലത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാരാ, രോഗികളാണോ ഒന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടുവരണ്ടേ? അതോ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണോ? ഒരിക്കലുമല്ല. അപ്പം സിസ്റ്റത്തിൻ്റെ തകരാറ് എവിടെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പരിശോധിക്കണം. നേരത്തെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നല്ലോ. അവരിന്നൊരു മാധ്യമപ്രവർത്തകയുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരുന്നെങ്കിൽ
ഇന്ന് ഈ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി എത്രമാത്രം ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ എന്ന് ഒരു സ്വയം ആത്മപരിശോധന നടത്തണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും മറ്റും ഓരോ തരത്തിലുള്ള രോഗങ്ങളെ അഭിമുഖീകരിച്ച് അവിടെ എത്തുമ്പം ഈ ഡോക്ടർ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പല രോഗികളും മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അതാരും അറിയാമല്ലോ. ഇപ്പോൾ ഹൗസ് സർജന്മാരില്ലാത്തത് കൊണ്ട് ഡോക്ടർമാർക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പകരം എന്നിട്ട് ആളെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 40 പേരോ മറ്റോ അവിടെ ചെന്നത്, 242 പേർക്ക് പകരം. അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ കുറഞ്ഞതെന്ന് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞത്, അവർക്ക് 45,000 രൂപ കൊടുക്കുന്നത്. രാവിലെ 8 മണിക്ക് കയറിയാൽ ചില ടൈമിലൊക്കെ അത് പിറ്റേ ദിവസം വരെ തുടരും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പുരയിടത്തിലെ പണിക്ക് പോയാൽ പോലും 1000 രൂപ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എൻട്രൻസ് എഴുതി ദിവസങ്ങളോളം ഉറക്കളച്ചിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ അവരെ ഡോക്ടർമാരായി കഴിയുമ്പം അവർക്ക് നാട്ടിലെ സാധാരണക്കാരായ പണിക്കാരുടെ ശമ്പളം പോലും ഇല്ല എന്ന് പറയുന്നത് ഒരു വളരെ ദുഃഖകരമായ കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സ്റ്റാറ്റസുള്ള ആളുകൾ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. അവരുടെ ബന്ധുക്കളുടെ കല്യാണത്തിന്, സുഹൃത്തുക്കളുടെ കല്യാണത്തിന് പോലും യഥാസമയം എത്തിപ്പെടാൻ പറ്റാത്തതുപോലെ അത്രയും നിരന്തരമായ സേവനം അനുഷ്ഠിക്കേണ്ട ആളുകളാണ് ഡോക്ടർമാർ. അപ്പോൾ അവർക്ക് കാര്യമായ ഒത്ത ഒരു പ്രതിഫലം കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞാൽ, എനിക്ക് തോന്നുന്ന ഡോക്ടർ എനിക്ക് നിക്കക്കള്ളി ഇല്ലാഞ്ഞിട്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ പേരിൽ നടപടി എടുക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള മേജർ ശസ്ത്രക്രിയ, അനസ്തേഷ്യ പോലും കൊടുക്കാതെയുള്ള ശസ്ത്രക്രിയയ്ക്കായിരിക്കും ഗവൺമെൻറ്റിനെ വിധേയമാക്കുന്നത് എന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഹൗസ് സർജന്മാരുടെ കാര്യങ്ങൾ അത് പ്രത്യേക ചർച്ചയ്ക്ക് ഇടം പിടിക്കുന്നതാണ്, ചർച്ചയിൽ ഇടം പിടിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം തെരുവിൽ പോലും അവരുടെ പ്രതിഷേധം അവർ പല രീതിയിൽ വലിച്ചിഴച്ചിട്ടും ഇപ്പോഴും അവഗണന മാത്രമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ശ്രീ പത്മനാഭൻ, ആരോഗ്യമന്ത്രി പറഞ്ഞത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ. ഡോക്ടർ ഹാരിസ് ഇന്നലെ തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി ഇത് അറിയിച്ചതാണ്, വർഷം 1 കഴിഞ്ഞു, എന്നിട്ടും പരിഹാരമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏത് സിസ്റ്റത്തിന്റെ ആയിരുന്നു ഫെയിലുവർ എന്ന് വ്യക്തവുമാണ്. അല്ല, ഈ സംഭവം എന്താ അറിയോ, നമ്മളുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റീസ് എന്താണ്, മുൻഗണന എന്താണ് എന്നതനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ സുഗമമായ പോക്ക്. ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയം ഒന്ന് ഭക്ഷ്യസുരക്ഷയാണ്, അത് കഴിഞ്ഞാൽ ആരോഗ്യമാണ്, അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, അതായത് കുടിവെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, ഇതൊക്കെയാണ് സർക്കാരുകൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടില് സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് കേന്ദ്ര സർക്കാരാണ് അത് നിർവഹിക്കുന്നത്. കേരളം നെല്ല് ഉൽപ്പാദിപ്പിക്കാത്ത സംസ്ഥാനമായതുകൊണ്ട് കൃത്യമായ തോതിൽ അരിയും ഗോതമ്പും എത്തിച്ചു കൊടുക്കേണ്ടതും അത് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ല, കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്, അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ആരോഗ്യം സംസ്ഥാന സർക്കാരിന്റെ വിഷയമാണ്. സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളുടെ ഒക്കെ സ്ഥിതി ഇതുതന്നെയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല, സ്റ്റാഫില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫണ്ട് അലോട്ട്മെന്റിന്റെയും ഫണ്ട് യൂട്ടിലൈസേഷന്റെയും ഒക്കെ പ്രയോറിറ്റിയിൽ മുൻഗണനയിലുള്ള തകരാറാണ്. ഇവിടെ അനാവശ്യമായ ദൂർത്ത്, മന്ത്രിസഭയുടെ വാർഷികം, അതിന്റെ 10ാം വാർഷികം, അതിന്റെ 11ാം വാർഷികം, അതിന് തിരുവനന്തപുരത്ത് മാമാങ്കം, അതിന് ലക്ഷങ്ങള്, കോടികള്, ഫ്ലെക്സ് വെക്കല്, ഇങ്ങനത്തെ ബഹളങ്ങൾ, കോടാനുകോടി രൂപയ്ക്ക് ബസ് വാങ്ങി കേരളം മുഴുവൻ യാത്ര ചെയ്യല്, ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൈസ ചെലവാക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ് ആശാ വർക്കർമാർ. അവര് ഏതാണ്ട് ഒരു വർഷമായി സമരത്തിലാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വേണ്ടി പണം നീക്കി വെക്കാൻ, ഇപ്പൊ പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, പെൻഡിങ് ആണ് 2-3 മാസം. അപ്പൊ ഈ രീതിയിൽ ഒരു സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട മേഖലകൾക്ക് മുൻഗണന കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഫണ്ട് യൂട്ടിലൈസേഷന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് കേരളത്തിൽ നടക്കുന്നില്ല. അതാണ് കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധി. അപ്പൊ സിസ്റ്റത്തിന്റെ തകരാർ. ഹൂ ക്രിയേറ്റ്സ് ദ സിസ്റ്റം, ഹൂ കൺട്രോൾസ് ദ സിസ്റ്റം? ആരാണ് സിസ്റ്റം നിർമ്മിക്കുന്നത്, ആരാണ് സിസ്റ്റം നിയന്ത്രിക്കുന്നത്? അത് ഇവിടുത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമാണ് സിസ്റ്റം നിർമ്മിക്കുന്നതും സിസ്റ്റം നിയന്ത്രിക്കുന്നതും. അപ്പോ അവരുടെ ഭാഗത്തുണ്ടായ പരാജയമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറഞ്ഞാൽ അതില് 2ാം പ്രതി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. 1ാം പ്രതി മുഖ്യമന്ത്രിയാണ്, 2ാം പ്രതി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന, നിയന്ത്രിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സംവിധാനം, സിസ്റ്റം പരാജയമായിട്ടുണ്ടെങ്കിൽ അതിന് അവര് മാത്രമാണ് ഉത്തരവാദികൾ, മറ്റാരുമല്ല. അതുകൊണ്ട് ഡോക്ടറെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നെഞ്ചു പൊട്ടിയിട്ടാണ് ആ ഡോക്ടർ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ ഈഗോ ഒന്നും കാണിക്കണ്ട, കാണിച്ചിട്ട് ഒരു രക്ഷയുമില്ല. അപ്പോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് വരുന്ന ദിവസങ്ങളിൽ ഈ മേഖലകൾക്ക്, അതായത് സാമൂഹ്യ സുരക്ഷാ മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ളം, വൈദ്യുതി, റോഡ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ആശാ വർക്കർമാര്, പ്രാഥമിക ആരോഗ്യ ചികിത്സ, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഫണ്ട് യൂട്ടിലൈസേഷനും മറ്റ് ശ്രദ്ധയും ചെലുത്തിയാൽ കേരളത്തിന് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ കേന്ദ്രം പോലും അലൊക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ കേരളം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയൊരു തർക്ക വിഷയവും ചർച്ചാ വിഷയവും തന്നെയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കൂടി ചേരുന്നു. ശ്രീ PM സുരേഷ് ബാബു, ഈ ഡോക്ടർ ഹാരിസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഞാൻ ഡോക്ടർ ഹാരിസിൻ്റെ ചോദ്യങ്ങൾ ഒരു ചോദ്യങ്ങളായിട്ട് തന്നെ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ തരുണത്തിൽ. കാരണം അതൊരു സൂപ്പർഫിഷ്യലായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താൻ മാത്രം ഉതകുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് യാഥാർത്ഥ്യവുമായി അത്തരം കാര്യങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് പക്ഷേ മന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല, സിസ്റ്റത്തിന് തകർച്ച ഉണ്ടെന്നാണ് ഈ പറയുന്ന. അല്ല, സിസ്റ്റത്തിന്റെ തകർച്ച ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മന്ത്രി തന്നെ അതിന് മറുപടി പറയണം. അത് എനിക്ക് അതിനോട് പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി യാഥാർത്ഥ്യബോധത്തിന് വ്യത്യസ്തമാണ് വസ്തുത എന്നുള്ളതാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളൊരു വിവരം. എന്താണ് ഇന്നലെ തന്നെ ഇദ്ദേഹം ഈ പറയുന്ന ഓപ്പറേഷൻ മുടങ്ങി എന്ന് പറയുന്ന ദിവസം 4 സർജറി പോസ്റ്റ് ചെയ്തിരുന്നു. 3 സർജറി യാതൊരു കുഴപ്പവുമില്ലാതെ പെർഫോം ചെയ്യപ്പെട്ടു. 4ാമത്തെ സർജറി വരുമ്പോൾ ആ മെഷീൻ എന്തോ ഒരു കേട് വന്നു, അല്ലെങ്കിൽ തകരാറിലായി. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ നടന്നില്ല. അത് നടന്നില്ല എന്നുള്ളതൊരു സ്വാഭാവികമായ ഒരു വസ്തുതയാണ്. യന്ത്രങ്ങൾക്ക് എപ്പോഴും അപകടവും തെറ്റുകളും, അല്ലെങ്കിൽ യന്ത്രം കേടാവുകയൊക്കെ സർവ്വസാധാരണമായിട്ടൊരു വിഷയമാണ്. അങ്ങനെ സർവ്വസാധാരണമായിട്ടുള്ളൊരു വിഷയം നടക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ചെരുപ്പ് തേഞ്ഞെന്നും കാല് തേഞ്ഞെന്നും പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു വസ്തുതയല്ല. പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എന്ന സമീപനമൊന്നുമല്ല ഞാൻ എടുക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഈ മെഷീൻ കേടാവാൻ സാധ്യതയുണ്ട്, നിങ്ങളത് വേഗം മാറ്റണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ പരിമിതമായ സൗകര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ഒരു ഭരണകൂടത്തിന് വേണ്ടുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
അത് വെച്ചുകൊണ്ട് ഇവിടെയാണ് യന്ത്രത്തിന്റെ വീഴ്ച മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ പ്രശ്നം ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല, ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല എന്നതാണ്. HDS കമ്മിറ്റി വഴിയാണല്ലോ ഈ ഉപകരണങ്ങൾ എത്തിക്കേണ്ടത്. അവർ പോലും നിസ്സംഗത പാലിക്കുന്നു. ഉപകരണങ്ങൾ, ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാൻ അല്ലെങ്കിൽ വാങ്ങി എത്തിക്കാനായി കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ പല ശസ്ത്രക്രിയകളും മുടങ്ങുന്നു എന്നതും അത് അനുഭവമാണ്. അല്ല, അതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഉപകരണങ്ങൾ വാങ്ങുക എന്നുള്ളത് HDSന്റെ ജോലിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ സർക്കാരിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് HDSനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരേർപ്പാട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് തുടരുന്നുണ്ട്. അതൊരു ശരിയായ രീതിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഇപ്പോഴും ഇല്ല. ഈ ഗവൺമെൻറ് ആയാലും തർക്കേടില്ല, വേറെ ഗവൺമെൻറ് ആയാലും തർക്കേടില്ല, അതല്ല അതിൻ്റെ ശരി. സർക്കാരിൻ്റെതായ മാർഗത്തിലൂടെ തന്നെ HDSന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ ആശുപത്രിയിലെയും HDSനെ കൊണ്ട് ആണ് പല കാര്യങ്ങളും അവർ ചെയ്യിപ്പിക്കുന്നത്. അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. പക്ഷേ ഈ പറയുന്ന ശസ്ത്രക്രിയകൾക്ക് എല്ലാം തന്നെ അഭൂതപൂർവമായ തള്ളിക്കയറ്റമാണ് സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്നത്. കാരണം സ്വകാര്യ ആശുപത്രികളിൽ അത് താങ്ങാൻ കഴിയാത്ത വിധം, അതിൻ്റെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം അതിന് ചിലവഴിക്കേണ്ടുന്ന തുകയുടെ വലിപ്പം ഉള്ളതുകൊണ്ട് എല്ലാ ആളുകളും സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുന്നത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ കാണുമ്പോൾ കേരളം പോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തരം കാര്യങ്ങളിൽ ഏതിന് പ്രയോറിറ്റി, നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ കേട്ടു, പ്രയോറിറ്റൈസേഷനാണ് പ്രശ്നം. പ്രയോറിറ്റി ഓരോന്നെടുക്കുമ്പോഴും ഓരോ ഇഷ്യൂ, എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, ഇപ്പം ഞങ്ങളെ കോഴിക്കോട്ടൊക്കെ ഇന്നലെയുമായിട്ട് വന്നിട്ടുള്ള ചർച്ചകൾ മുഴുവൻ റോഡിലെ കുണ്ടും കുഴിയുമാണ്. അപ്പോൾ അതിനാണ് പ്രയോറിറ്റി. ഇപ്പം ഈ ഇന്നത്തെ ഇത് വന്നാൽ ഇതിനാണ് പ്രയോറിറ്റി. ഇത് സമൂഹത്തിൽ ഇത്തരം ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും അത് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണമുണ്ടാകുമ്പോൾ അത് ഒരു സംവിധാനത്തെ ചീത്തയാക്കാനും ഒരു സംവിധാനത്തെ മോശമാക്കാനും മാത്രമേ ഉപകരിക്കൂ. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചില ആശുപത്രികളിലൊക്കെ ഇതെല്ലാം ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണോ? താങ്കൾ ഇരിക്കുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് തന്നെ പ്രശ്നങ്ങൾ ഒരുപാടില്ലേ? മലബാർ മേഖല പ്രധാനമായും അവിടുത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമ്മളെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരും. സ്ട്രെച്ചറിൽ ഇരുന്ന് പോലും നോക്കേണ്ടി വരുന്നില്ലേ രോഗികളെ? ഡോക്ടർക്ക് വീർപ്പ് മുട്ടുകയാണ് അവിടെ. ഇടമില്ലാതെ, സ്ഥലപരിമിതി മാത്രമല്ല പ്രശ്നം, പക്ഷെ അതൊരു ചെറിയ പ്രശ്നം മാത്രമാണ്. സ്ഥലപരിമിതിയാണ് പ്രശ്നം. അവിടെ സ്ഥലപരിമിതിയാണ്. ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾക്ക് മെഡിക്കൽ കോളേജിനടുത്തുള്ള സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയാണ്. അന്ന് 16 വാർഡിൽ 24 കിടക്ക വെച്ച് മാത്രമുള്ള ഒരു മെഡിക്കൽ കോളേജിനെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എത്ര ബെഡാണുള്ളത്? 1000-ലധികം ബെഡുണ്ടായിട്ട് പോലും അവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ രോഗികൾക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഒന്ന്, ചികിത്സയുടെ എഫിഷ്യൻസിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രോഗം കണ്ടുപിടിക്കാൻ, ആ രോഗത്തിന് ആവശ്യമുള്ളത് മാത്രമായ മരുന്നുകൾ നൽകി രോഗത്തിന് പ്രതിവിധി കണ്ടുകൊടുക്കുന്ന ഏറ്റവും വിദഗ്ധന്മാരായ ഡോക്ടർമാരുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ പല ആളുകളും സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാൻ സാമ്പത്തികമായി സാധ്യതയുള്ള ആളുകൾ പോലും സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ആപേക്ഷികമാണ്. കാരണം എന്തറിയോ? ഓരോ ആളുകളുടെയും സാറ്റിസ്ഫാക്ഷനാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുവട്ടം പ്രശ്നം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൽ സന്തോഷം. ശ്രീ ഡിജോ കപ്പൻ, ഈ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്, ഡോക്ടർ ഹാരിസ് ഊതി വീർപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇല്ല, ഒരിക്കലും കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലായാലും ആശുപത്രിയിലെ ബിൽഡിംഗ് വികസിപ്പിച്ചുകൊണ്ട് ഫലപരിമിതികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗത്തിന് ചെന്നില്ല. സോറി ചോദ്യം കേട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടിയത്
ഡോക്ടർ ഹാരിസ് ഇട്ടത് ഈ സിസ്റ്റത്തെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കുക മാത്രമായിരുന്നു എന്നതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനോട് വലിയ ബഹുമാനവും റെസ്പെക്റ്റും ഉള്ളതാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അദ്ദേഹം 1 വർഷം മുമ്പ് അല്ല 2 വർഷം മുമ്പ് അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കും സംസാരിക്കുന്നത്. അതായത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു വിധി പ്രസ്താവനത്തിനോടുകൂടി ചേർത്ത ഒരു കാര്യം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരിക. വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഫ്ലക്സുകളും ബോർഡുകളും അത് പൊതുനിരത്തുകളിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 6 വർഷം മുമ്പ് ഒരു ഹർജി നൽകിയിരുന്നു. അതൊന്നും തീർപ്പാക്കിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അത് ലൈവായി വന്നു കഴിഞ്ഞപ്പം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ കൃത്യമായി അതെല്ലാ മാസവും പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് മുഴുവൻ നീക്കം ചെയ്തെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ റോഡിൽ കൂടി നടക്കുന്ന ആളുകളല്ല, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഇതെല്ലാം നീക്കം ചെയ്തെന്നാണ്. ഇപ്പം ജുഡീഷ്യറിക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റിനകത്തൊരു കമൻറ്റ് പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെയായി ഉദ്യോഗസ്ഥന്മാർ പേടിക്കുന്നത്, സത്യം പറയാൻ എന്ന് പറഞ്ഞ്. ഇവിടെ ഇപ്പം നമ്മൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ സംസാരമൊക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാവരും കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ ആളുകൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭീതിപ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ്. കേരളത്തിലും അങ്ങനെ ഭരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിനെ പോലെ ഉള്ളവർ ചിന്തിക്കുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം ഒരു പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറായതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഞാൻ ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിനോട് ഒരൊറ്റ കാര്യം ചോദിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ബഡ്ജറ്റ് അലോക്കേഷൻ നടന്നിട്ട് ഈ മാർച്ചിൽ നമ്മുടെ ബഡ്ജറ്റ് പാസ്സായതാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ 30 ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പണം അനുവദിച്ചിട്ടില്ല. മാത്രവുമല്ല, പണ്ടൊക്കെ അത് ഡയറക്ടർമാർക്കായിരുന്നു അതിൻ്റെ പണം അനുവദിക്കുന്നത്. ഇപ്പോൾ എൻഡിൽ, അതായത് സപ്ലയർക്കാണ് പണം കൊടുക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോർപ്പറേഷന് 300 ചില്ലാനും കോടി രൂപ കൊടുക്കാനുണ്ടല്ലോ. അവർ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അവർ മരുന്ന് സപ്ലൈ ചെയ്താലേ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും മരുന്ന് വരികയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പരിഗണന എന്തിനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ പരിഗണന ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അടുത്ത ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രചരണ കോലാഹലങ്ങൾ നടത്തുകയോ 100-150 കോടി രൂപ മുടക്കി ആഘോഷം നടത്തുകയല്ല ചെയ്യണ്ടേ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാനാണ് ജനങ്ങൾ ഈ അധികാരം 140 പേരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. വനാതിർത്തി താമസിക്കുന്നവർക്ക് അവിടുന്ന് ഓടി മാറേണ്ട സ്ഥിതി, കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം. അപ്പം അതിന് വനാതിർത്തിയിൽ നിന്ന് അകത്തേക്ക് ഒരു പൗരൻ കയറിയാൽ അവൻ്റെ പേര് കേസെടുക്കും. ഇങ്ങോട്ടിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ അവിടെ നിർത്താനാണ് ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഫോറസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് ആവശ്യാനുസരണം മരുന്ന് കൊടുക്കുക, അവരെ ചികിത്സിച്ച് രോഗവിമുക്തരാക്കി മിടുക്കന്മാരും മിടുക്കുകളുമാക്കി സമൂഹത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതിവിടെ അതെന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നില്ല എന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിന് മറുപടിയില്ല. ശ്രീ പത്മനാഭൻ, ഈ 2 പേർ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു എന്നതിനാണ് ഞാൻ കരുതുന്നത്. ശ്രീ സുരേഷ് ബാബു പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു, അതിനുള്ള മറുപടി ഇപ്പോൾ ശ്രീ ഡിജോ കപ്പൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എങ്കിലും താങ്കൾ തന്നെ ഉന്നയിച്ചൊരു കാര്യത്തിന് മറുപടി ആയിട്ടാണ് ശ്രീ സുരേഷ് ബാബു പറഞ്ഞു തുടങ്ങിയത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതിൽ പാളിച്ച വന്നു എന്നത്. ഇനി നമ്മൾ ആരോഗ്യ രംഗം നമ്പർ 1 എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, ഇവിടെ കൗതുകരമായ മറ്റൊരു സംഗതിയുണ്ട്. കേരള സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ, അതായത് കാരുണ്യ പദ്ധതിയുണ്ട്. കാരുണ്യ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് 1 വർഷത്തേക്ക്. ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ ഈ സർക്കാർ ആശുപത്രിയിൽ ഇത്ര തിരക്കുണ്ടാവില്ല. പല സ്വകാര്യ ആശുപത്രികളും ഈ സ്കീം അംഗീകരിച്ചിരുന്നു. ഈ സ്കീമിന്റെ ഉള്ളിലുള്ള രോഗികളെ ചികിത്സിച്ചിരുന്നു. എന്നാൽ അവർക്കൊക്കെ കോടികൾ പൈസ കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി, പെൻഡിങ് ആയി, ഡ്യൂ ആയി. ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ ഈ സ്കീം നിന്ന് പിൻവാങ്ങി. എന്തുകൊണ്ട് പിൻവാങ്ങി? അവർക്ക് വലിയ പൈസ കിട്ടാനുള്ളത് കൊണ്ട്. അപ്പൊ എന്തായി? ആ ആളുകൾ കൂടി സർക്കാർ ആശുപത്രിയിൽ പോകേണ്ട ഗതികേടുണ്ടായി. സത്യത്തിൽ ഈ സ്കീം ഫലപ്രദമായി നടപ്പിലാക്കി ഇവിടത്തെ എന്താ പറയാ, ഈ സ്കീമിന്റെ പരിധിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രികളെ മുഴുവൻ അതിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം, അതായത് അവർക്ക് പേയ്മെന്റ് ഓൺ ടൈം കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഇനി വേറൊരു കാര്യം,
വയോവന്ദൻ ആയുഷ്മാൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പൊ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. വരുമാനം നോക്കാതെ എല്ലാ വരുമാന പരിധിയിലും പെട്ട 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകമായി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അത് നടപ്പിലാക്കാത്ത ഇന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഇന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങളിലെ നടപ്പിലാക്കാണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നടപ്പിലാക്കി. അതൊന്ന് കേരളമാണ്. എന്താ കാരണം? അതിന്റെ പ്രീമിയം കേന്ദ്രവും കേരളവും 60:40 തോതിൽ അടക്കണം. 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരും അടക്കണം. അതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ആ സ്കീമിൽ ആ പദ്ധതിയിൽ കേരള സർക്കാർ പങ്കാളിയായിട്ടില്ല. 70 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇത് കിട്ടും. അപ്പൊ ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്ന പ്രാധാന്യം ഇതാണ്. അതായത് ഒട്ടനവധി സ്വകാര്യ ആശുപത്രികൾ ആയുഷ്മാൻ ആരോഗ്യ കാരുണ്യ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി പൈസ കിട്ടാനുള്ളത് കൊണ്ട് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സ്കീമിൽ കേരളം ചേർന്നിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ചാൽ സർക്കാർ ആശുപത്രിയിലെ തിരക്ക് കുറയും. കാരണം ഒരുപാട് സ്വകാര്യ ആശുപത്രികളിൽ ഈ സ്കീം അവർ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആരോഗ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, ആശാ വർക്കർമാർ ചെയ്യുന്ന പ്രവൃത്തി, ഇതൊക്കെ തകർന്നു പോയാൽ ഈ സമൂഹം തന്നെ തകരും, വരും തലമുറ ഇല്ലാണ്ടാവും. അപ്പോ അതുപോലെ തന്നെ തെരുവ് നായ ശല്യം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെയും ഒരു കുട്ടി, ചെറിയൊരു മകൻ, ഒരു മോൻ തെരുവ് നായ കടിച്ചു മരിച്ചു. അപ്പം ഇതൊന്നും പരിഹരിക്കാൻ ഇതൊക്കെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയാ സുരക്ഷിതമായ സമൂഹമാണ്, ഒരു സുരക്ഷിതമായ സ്ഥലമാണ് എന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ ഞാനതാ പറയുന്നത്, ഗവൺമെന്റ് എവിടെയാ ആദ്യം പ്രാഥമികമായ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതിലൊക്കെയാണ്. അതാണ് മന്ത്രിസഭയുടെ വാർഷികം ആഘോഷിക്കുന്നതിലൊന്നല്ല. പ്രാഥമികമായ ശ്രദ്ധ കൊടുക്കേണ്ട മേഖല ഇവിടെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ മേഖലയിലുമാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ മറച്ചു വെക്കാൻ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ സർക്കാർ പോയി തലയിട്ട് ആ വിവാദങ്ങൾ ഊതിപ്പെരുപ്പിച്ച് പിന്നെ ചർച്ച അങ്ങോട്ട് പോകും. അപ്പൊ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ മേഖലയിൽ നിന്നൊക്കെ ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്ന ഒരു പരിപാടിയാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേഷ് ബാബു, ഇതിനൊരു മറുപടി അത്യാവശ്യമാണ്. ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിക്കാണല്ലോ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. അത് എത്തിച്ചേർന്നു എന്ന് അവകാശപ്പെടാൻ കഴിയുമോ? കാരണം സ്റ്റേറ്റ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അവരുടെ പൗരന്മാരെ നമ്മുടെ പൗരന്മാർക്ക് നൽകുന്നത് എന്താണ്? സാധാരണക്കാർ സ്വന്തം കാശ് ചെലവാക്കി പോകുന്ന ആശുപത്രികളുടെ സ്ഥിതി നമുക്കറിയാം. ഇനി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാനും നിവൃത്തിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇരിക്കേണ്ടത്? ഇതിനൊക്കെ ഉത്തരം വേണം. ആയുഷ്മാൻ വയോവന്ദന പ്രോജക്റ്റ് അല്ലെങ്കിൽ പദ്ധതി എന്തുകൊണ്ട് കേരളം നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്നു? ഇങ്ങനെ പല കേന്ദ്ര പദ്ധതികളും കേരളം മുഖം തിരിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര പദ്ധതികളോടും. ശ്രീ പത്മനാഭൻ ശ്രീ അനന്തപത്മനാഭൻ പറഞ്ഞിട്ടുള്ള വക്കീൽ, എൻ്റെ സ്നേഹിതനാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സൂക്ഷ്മമായി കേട്ടു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും വിശകലനവുമാണ്. അത് അതേപടി നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കും. അത് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതല്ലാതെ ആ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ പറഞ്ഞ കാര്യങ്ങളിൽ, വസ്തുതകളിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏതെങ്കിലും ഒരു വസ്തുത ഈ പറയുന്ന 4-5 സംസ്ഥാനങ്ങളിൽ വയോജനങ്ങൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ പൊതുവായ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും ആവേശത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണത്. ആ പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് പങ്കാളിത്തം വഹിക്കുന്നില്ല എന്നുള്ളത് ശരിയായൊരു നിരീക്ഷണമാണ് എങ്കിൽ അതിനെ പരിഹരിക്കാൻ ഉള്ള നിർബന്ധ ബുദ്ധി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് കാണിക്കാം. അതിന് രാഷ്ട്രീയ സമ്മർദ്ദം വേണമെങ്കിൽ അത് ചെലുത്താൻ തയ്യാറാണ് എന്ന് ഈ ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീടൊന്ന്, ഞാനിപ്പോൾ ഈ ഇതിലേക്ക് വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൻ്റെ ഈ ആഴ്ചത്തെ എഡിഷൻ ഞാൻ കേട്ടു, ഈ മാസത്തെ അത് കേട്ടിരുന്നതാണ്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് WTO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യ രാജ്യം ഈ ആരോഗ്യരംഗത്ത് 64% കൈവരിച്ചിരിക്കുന്നു എന്നാണ്
അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ 64% നമ്മളും പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു, കേരളവും പെടും. അതുകൊണ്ട് മറ്റിതര രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് ആരോഗ്യരംഗത്ത് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വരുന്ന 140 കോടി ജനങ്ങൾക്കും ഒരുപോലത്തെ ആരോഗ്യ സുരക്ഷ കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ക്രമേണ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു പ്രയാസപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ചും ഈ കഴിഞ്ഞ വർഷവും ഈ പറയുന്ന ബജറ്റിൽ ആരോഗ്യരംഗത്തുള്ള വകയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പണം വകയിരുത്തുകയോ ചെയ്തിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഏപ്രിൽ 1 ഏപ്രിൽ, മെയ്, ജൂൺ മാസം 3 മാസം ആവുന്നേ ഉള്ളൂ. ആ 3 മാസം കൊണ്ട് ഇപ്പോൾ എല്ലാം പ്ലാൻ ഫണ്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലോക്കേഷൻസ് വരണം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന ചിലപ്പോൾ അനാസ്ഥയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളതാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് ഒരു പക്ഷേ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ജനങ്ങൾക്കുണ്ടാകാൻ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, ഉണ്ടാവുന്ന എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായ പ്രയാസങ്ങൾ തന്നെ, അത് പരിഹരിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിൽ പരാജയമുണ്ടാകുമ്പോൾ അത് ജനങ്ങളെയാണ് ബാധിക്കുക, അത് നമ്മുടെ സിസ്റ്റത്തെയാണ് ബാധിക്കുക എന്ന ശ്രീ പത്മനാഭൻ്റെ വക്കീലിൻ്റെ പരാമർശത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് എവിടെയൊക്കെ തിരുത്തലുകൾ വേണമെന്നുണ്ടോ അവിടെയൊക്കെ തിരുത്തലുകൾക്ക് ആവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുവാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കുകയാണ്. ശ്രീ പത്മനാഭൻ, ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതിന്റെ പ്രശ്നം അറിയോ? ഇതിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മളെ കേരളത്തിലെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ കേരളം നിലവിലുള്ള വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ എന്ത് സാധിക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ഇന്നലെ ഞാൻ ഒരു മലയാളം അധ്യാപിക, നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു പ്രശസ്തമായ, കോളേജിന്റെ പേര് പറയുന്നില്ല, പ്രശസ്തമായ, അതിപ്രശസ്തമായ എന്ന് പറയാം, കാരണം വളരെ പ്രഗത്ഭരായ വ്യക്തികൾ പഠിച്ചിറങ്ങിയ കോളേജാണ്. ആ കോളേജിലെ ഒരു മലയാളം അധ്യാപികയെ കണ്ടു. അവർ പറഞ്ഞത് അവരുടെ കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇത്തവണ ഒരു കുട്ടിയാണ് ചേർന്നത്. ഒരു കുട്ടി. എന്താ സംഭവിക്കുന്നത്? തെക്കൻ കേരളം കാണുന്നത് ഒരുപാട് ആളുകൾ പോവുകയാണ്, കേരളം വിട്ട് വിദ്യാഭ്യാസം നേടാൻ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പൊ മലബാറിലും ആ ട്രെൻഡ് ശക്തമായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ പോയാൽ എവിടെ നിന്ന് നമ്മൾ വരുമാനം കണ്ടെത്തും? പുതിയ തലമുറ പുറത്തേക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും പോയാൽ അവർ തിരിച്ചിങ്ങോട്ട് പൈസ അയക്കുന്നതും ഉണ്ടാവില്ല. ഗൾഫിൽ പോയ ആൾക്കാർ പൈസ അയച്ചിരുന്നു. നമ്മൾ ഇനി യൂറോപ്പിലേക്കും അമേരിക്കയിലും പോകുന്ന ആൾക്കാർക്ക് പൈസ അയക്കാൻ സാധിക്കില്ല, കാരണം അവരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല അയക്കാൻ. അവിടുത്തെ ജീവിത നിലവാരം അത്രയും ചെലവേറിയതാണ്. അപ്പൊ ഇത് കേരളം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിന്റെ വരുമാന മാർഗത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കുന്ന പദ്ധതികളെ പറ്റി നമ്മൾ ചിന്തിക്കണം. നികുതി വരുമാനം ഗണ്യമായ രീതിയിൽ, പ്രത്യേകിച്ച് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി, അതിലുണ്ടാവുന്ന വർധനവ് മാത്രമേ ഇനി കേരളത്തെ തീർച്ചയായും എന്തായാലും അതിൽ കൂട്ടായ പരിശ്രമമാകാമെന്ന അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ പ്രസ്താവനയോട് ഞങ്ങളും യോജിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. വളരെയധികം നന്ദി അത് പറഞ്ഞതിൽ. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊള്ളട്ടെ. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യം ട്രാക്കോമ മുക്ത രാജ്യമായി അത് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു എന്നതാണ്. ശരി, അങ്ങനെയെങ്കിലും മറ്റ് ആരോഗ്യ പദ്ധതികളൊക്കെ മുന്നേറുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ശ്രീ ഡിജോ കാപ്പൻ, വീണ്ടും ഡോക്ടർ ഹാരിസിൻ്റെ പോസ്റ്റിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അദ്ദേഹത്തിൻ്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ അവസാന വരിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല, പിരിച്ചുവിടണമെങ്കിൽ പിരിച്ചുവിട്ടാട്ടെ എന്നുള്ളതാണ്. ഈ മറ്റ് വകുപ്പ് മേധാവികൾക്കും ഇതേ പരാതിയുണ്ട്. അതായത് ഉപകരണങ്ങൾ ലഭ്യമാകുന്നില്ല, ചെരുപ്പ് തേഞ്ഞു, നടന്ന് ചോദിച്ചും ഒക്കെ മടുത്തു, പക്ഷേ എല്ലാവർക്കും ഭയമാണ്. എന്തായാലും ബഹുമാനപ്പെട്ട സുരേഷ് ബാബു ഇവിടെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. എന്തായാലും ഈ 70 കഴിഞ്ഞ ആളുകൾ
ഞാനുമൊക്കെ അതിലോട്ട് ഉടനെ അടുക്കും. അപ്പോൾ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തിൽ 5 ലക്ഷം രൂപ വരെ ഉള്ള ചികിത്സാ ചെലവ്, ആ ചികിത്സാ ചെലവ് സൗജന്യമായി നൽകും. അതിന് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തയ്യാറാണെന്ന് പറഞ്ഞത് എന്തായാലും സ്വാഗതാർഹം തന്നെയാണ്. അത് നടക്കട്ടെ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഠിക്കാൻ വിദേശത്തോട്ട് പോകുന്ന ചെറുപ്പക്കാരെ പോലെ ഈ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന സംസ്ഥാനത്തോട്ട് ഞാനൊക്കെ കുടിയേറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിന് എപ്പോഴും അന്ധമായ ചില കാഴ്ചപ്പാടുണ്ട്. എന്ത് വന്നാലും അതിനെ ആദ്യം എതിർക്കുക, പിന്നെ അതിൻ്റെ വക്താക്കളാക്കുക. അത് കമ്പ്യൂട്ടർ വന്നപ്പോഴും ട്രാക്ടർ വന്നപ്പോഴും ഒക്കെ ഞാൻ കണ്ടതാണ്. നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ട്, നേവിയുടെ എയർപോർട്ട് വന്നപ്പം നേവിയിൽ അവിടെ എയർപോർട്ടുള്ളപ്പോൾ എന്തിനാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും എൻ്റെ നെഞ്ചത്തൂടെ അതിൻ്റെ റൺവേ പണിയുള്ളൂ എന്ന് പറഞ്ഞ ഭരണാധികാരിയും അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നു. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നത്. അപ്പം മാറ്റം, പക്ഷേ അപ്പോഴേക്കും ഒത്തിരി വെള്ളം ഒഴുകിപ്പോകും. അത് കഴിഞ്ഞ് നമ്മൾ ചിറകെട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിലെ ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ബഡ്ജറ്റിനകത്ത് കാരുണ്യ പദ്ധതി കൊണ്ടുവന്നു. അതുകൊണ്ട് മാത്രം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പല ആളുകളെ എനിക്കറിയാമായിരുന്നു. എൻ്റെ ഒരു കൈ സഹായം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ധരായ ആളുകൾക്ക് ആ കാരുണ്യ സഹായ പദ്ധതി വഴി അവരുടെ ചികിത്സാ ചെലവ് നടത്താമായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ പദ്ധതി അങ്ങ് നിർത്തി. ഇപ്പോൾ എന്താണെന്നറിയാമോ സുരേഷ് ബാബു സാറേ, ഈ മെഡിക്കൽ കോളേജിലെയൊക്കെ സ്ഥിതി? ഈ കാരുണ്യ പദ്ധതിയിൽ നേരത്തെ ആനുകൂല്യം കിട്ടിയവരും അല്ലെ ഇതറിയാവുന്നവരും ഒക്കെ ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കും, പറയാം ആ പദ്ധതി നിർത്തിപ്പോയി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ, ഞങ്ങൾ എപ്പോഴെങ്കിലും ഇത് പണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും പണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ദൈനംദിന ചെലവിനുള്ള പഞ്ഞിയും മരുന്നും സിറിഞ്ചും മേടിക്കാൻ അവിടെ പണമില്ലാത്തപ്പോൾ ചികിത്സിച്ച് പോയ ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അന്ധമായി ചില പദ്ധതികളെ എതിർക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ, വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഫണ്ട് നമുക്ക് കിട്ടുമായിരുന്നു, അത് എതിർത്തു. ഇപ്പോൾ അത് വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മേടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പം നമ്മളതിനെ സ്വീകരിച്ചു. 2003 കേന്ദ്ര ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു 3 കമ്പനികളായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ബോർഡിനെ വിഭജിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ അത് 10 കൊല്ലം തർക്കിച്ച് നിന്നു. എന്നിട്ട് ഒരു കമ്പനിയാക്കി, 3 കമ്പനിയാക്കണം, ഉൽപ്പാദന വിതരണ പ്രസരണ കമ്പനികളാക്കണം എന്ന് പറഞ്ഞു. എന്താണ് UP ഗവൺമെൻറ് 70,000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ സബ്സിഡി വാങ്ങിയത്. നമുക്കത് മുഴുവൻ പോയി. നമ്മുടെ ഇവിടെ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 10 പൈസയുടെ വൈദ്യുതി എൻ്റെയും സുരേഷ് ബാബുവിൻ്റെയും പത്മനാഭൻ സാറിൻ്റെയൊക്കെ വീട്ടിലെത്തുമ്പം 5-6 രൂപ ആകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദന ചെലവിൻ്റെ കോസ്റ്റാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 80-85 പൈസ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുമ്പം കേരളത്തിൽ അത് 3 രൂപ ആകുന്നു. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് ഇവിടുത്തെ സംഘടിത വിഭാഗം മറ്റുള്ളവരെ ഹൈജാക്ക് ചെയ്യുക. അവർക്ക് കൊടുക്കാൻ പണമുണ്ട്, അവർ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ മുൾമുനെ നിർത്തി സർക്കാരിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും വരുന്ന രോഗികൾ അസംഘടിതരാണ്. അവർക്ക് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്ടർ വിലാപം പുറപ്പെടുവിച്ചാൽ, അവരെ ശിക്ഷിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഒരു മേജർ ശസ്ത്രക്രിയയ്ക്ക് ജനം ഇറങ്ങിപ്പുറപ്പെടും. ശ്രീലങ്കയിലെയൊക്കെ നമ്മൾ പിക്ചർ കണ്ടതാണ്. പ്രസിഡൻറ്റിൻ്റെ ബെഡ്റൂമിൽ കയറി അവിടുത്തെ ജനങ്ങൾ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിമിത്തമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇതാണ് ഈ കേന്ദ്ര പദ്ധതികളെ രാഷ്ട്രീയമായി കണ്ണടച്ചുകൊണ്ട് എതിർക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചകൾ പല ആവർത്തി കഴിഞ്ഞതുമാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണല്ലോ. പലതവണ നമ്മളല്ല, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ എന്നാലും പല ആവർത്തികൾ ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എടുക്കുന്നതിന് ഈ പറയുന്ന സംസ്ഥാനത്തിന് യോജിക്കാൻ കഴിയാത്ത ചില മേഖലകൾ ഉണ്ടാകുന്നുണ്ട്. യോജിക്കാൻ കഴിയുന്ന, ആശയപരമായി യോജിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ചിലത് ആശയപരമായിരിക്കും, മറ്റു ചിലത് സാമ്പത്തിക കാര്യങ്ങളുടെ പിന്നെ അതിൻ്റെ അലോക്കേഷൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അതല്ലാത്ത തരത്തിൽ അന്ധമായ ഒരു എതിർപ്പ് എന്ന് പറയുന്നതില്ല. അങ്ങനെ ഒരു അന്ധമായിട്ട് എതിർത്ത് കിട്ടേണ്ടുന്ന പൈസ കിട്ടാതിരിക്കേണ്ട കാര്യം എന്താണ്? ആശയമുണ്ട്. ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ ഒരു തരത്തിൽ ഒരു ഭാഗത്തുകൂടെ പോകുമ്പോൾ ആ ഒരു ഭാഗത്തിന് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൽ ഇന്ന രൂപത്തിലുള്ള സഹായം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ അത് തരാതിരിക്കുന്നതും ഒരു തരത്തിലുള്ള അന്ധമായ എതിർപ്പല്ലേ? ഞങ്ങൾക്ക് തരുന്ന സംഗതിയുടെ പേര് മാറ്റണം, അല്ലെങ്കിൽ പേര് അങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ
അതിന് ഇപ്പോൾ എതിർക്കേണ്ടുന്നൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്താണ് ആവശ്യം? കേന്ദ്രം കൊടുക്കാനുള്ളത്, കേന്ദ്രം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളും കേന്ദ്രമല്ലേ? നമ്മളും ഒരു സംസ്ഥാനമാണെങ്കിൽ നമ്മളും കേന്ദ്രമാണല്ലോ, അല്ലെങ്കിൽ നമ്മളും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അത് ഭരണഘടനാനുസൃതമായി നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളിൽ ചില രാഷ്ട്രീയമോ ചില ആശയമോ ചില തത്വങ്ങളോ വെച്ചുകൊണ്ടുള്ള നോമൻക്ലേച്ചറുകൾ അല്ലെങ്കിൽ കണ്ടീഷനുകൾ വരുമ്പോൾ അതിനോട് യോജിപ്പില്ലാത്തൊരു ഭരണകൂടമാണ് സംസ്ഥാനത്ത് ഫെഡറലിസത്തിലൂടെ ഇന്ന് അധികാരത്തിലുള്ളത് കൊണ്ട് അതിനോട് എതിർപ്പ് പറയുമ്പോൾ ആ എതിർപ്പിനോട് അനുകൂലിച്ച് പ്രതികരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാനൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. എതിർക്കുന്ന ആളുകളോട് എതിർപ്പ് പറയുന്നവരോട് എതിർപ്പിന് കാരണമാകുന്ന നിതാന്തമാകുന്ന വസ്തുതകൾ വെക്കുന്ന ആളുകളും ഒരുപോലെ ഇരുന്ന് ആലോചിച്ച് ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ആ സംസ്ഥാനത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിൻ്റെ ആവശ്യം എന്ന് തോന്നി അതിനോട് പ്രതികരിക്കുന്നതായിരിക്കുകയില്ലേ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനം എന്ന് ചിന്തിച്ചാൽ തെറ്റാകുമോ? എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, താങ്കളിലേക്കാണ് അടുത്തത്. കാരണം താങ്കളുടെ ഒരു മറുപടി അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. ഒന്ന് മാത്രം പറയാം, ഈ കാസ്പ വഴി ലഭിക്കുന്ന പണത്തെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. അത് മാത്രം ചൂണ്ടിക്കാട്ടിയാലും സംസ്ഥാനം കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഇതിൻ്റെ കണക്കുകളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം തിരികെയും വരും. അല്ല, അതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇവിടെ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ചില സംശയങ്ങൾ തോന്നിയത് കാരണം അത് ഇപ്പോൾ ഫണ്ട് അതിൽ ഓഡിറ്റിംഗ് നടക്കുകയാണ്. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടാൻ പറഞ്ഞപ്പോൾ ഇവര് പേരിട്ടില്ല. അപ്പൊ ഫണ്ട് അലോട്ട് ചെയ്തില്ല. അവസാനം ഈ ബഹളമൊക്കെ കഴിഞ്ഞ് മാർച്ച് തടസ്സമാണ്. ഇത്രയും വേഗം അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഡിജോ കാപ്പൻ. അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിലെ വളരെ പ്രശസ്തനായ ഡോക്ടർ ബി ഇക്ബാൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. ഇടതുപക്ഷ സഹയാത്രികനല്ല, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഉള്ള ഒരു ഭരണമായി ബന്ധപ്പെട്ട ഒരു ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊക്കെ ഒരു അഡ്വൈസ് തേടാമായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ രംഗവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും നമുക്കൊക്കെ അറിയത്തില്ലാത്ത കാര്യം അറിയാവുന്ന ആളുകളോട് ചോദിക്കണമല്ലോ. അപ്പം ഡോക്ടർ ബി ഇക്ബാലിനോടൊക്കെ ആകുമ്പം വിശ്വസിച്ച് ചോദിക്കാം. അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രതിനിധിയായി കേരള സർവകലാശാലയിലാകുകയും പിന്നെ പ്ലാനിംഗ് ബോർഡിൽ വരികയും ഒക്കെ ചെയ്തതാണ്. അപ്പം അദ്ദേഹത്തോടൊക്കെ ചോദിക്കണം, എന്താണ് ജനങ്ങൾ ഈ ആരോഗ്യ വകുപ്പ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, എന്താണ് നമ്മുടെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ ഡോക്ടർ ഹരീഷ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം, അതിനെന്താണ് പ്രതിവിധി? അങ്ങനെയാണ് ഒരു തിരുത്തൽ നടത്തേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മുടെ ഇവിടെ നമുക്കറിയാം, സിനിമാ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹേമ കമ്മിറ്റിയെ വെച്ചു. ആ ഹേമ കമ്മിറ്റിയെ വെച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു. അത് കഴിഞ്ഞ് കോടതി പറഞ്ഞപ്പോഴാണ് അത് പുറത്തു വരുന്നത്. നമ്മളൊരു കാര്യത്തിന് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ഒരു കാര്യം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. അതിനകത്ത് എന്താണ് കാര്യം എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ അത് പുറത്തു വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പല കേസുകളും, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല കേസുകളും ഉണ്ടാവില്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ ഹരീഷ് തുറന്നു പറഞ്ഞ ഇക്കാര്യം അത് സത്യസന്ധതയോടുകൂടി അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി അതിനെ പരിശോധിക്കുകയും പരിശോധിച്ചിട്ട് ആ സിസ്റ്റത്തിന് എന്താണ് ആ പാളിച്ച വന്നിരിക്കുന്നത്, ബഡ്ജറ്റ് പ്രൊവിഷൻ യഥാസമയം കിട്ടാത്തത് കൊണ്ടാണോ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും നമ്മുടെ സാധാരണ ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ മരുന്നില്ലാതെ വന്നത് എന്ന ഒരു പരിശോധന നടത്തുകയും അതനുസരിച്ചിട്ട് വേണ്ട പരിഷ്കാരം നടത്തുകയും ചെയ്താൽ മതി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഭരണമേറ്റപ്പം ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലും ഒരു മനുഷ്യ ജീവിതമാണെന്നാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത്. ഇന്നലെ ഇവിടുത്തെ പ്രധാന പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 4 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നെന്നാണ്. അപ്പോൾ ഇതാരുടെ കുഴപ്പമാണ്? ഇവിടുത്തെ നികുതിദായകരുടെ കുഴപ്പമാണോ? അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ 140 പേര് കൂടിയാണ്. ആ 140 പേര് കൃത്യമായി ഒരു വിഭാഗം ഭരണവുമായി ഒരു ഭാഗം പ്രതിപക്ഷവുമായിട്ടിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതും പരിശോധിച്ചാൽ
അത് ഭരണത്തിലിരിക്കുന്നവർക്കൊരു നാണക്കേടാകുകയല്ല. ഒരുപക്ഷെ നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ താഴത്തെ തട്ടിൽ നിന്നുള്ള ആളുകളിൽ നിന്നായിരിക്കും. അപ്പോൾ അത് കേൾക്കാനും കൂടെയുള്ള ഒരു ആർജവം ഉണ്ടാകണം. ഭയപ്പെടുത്തിയല്ല ഭരിക്കേണ്ടതെന്നുള്ളതാണ് എനിക്കിക്കാര്യത്തിൽ. അത് ഹരീഷിനെ ഭയപ്പെടുത്തരുത്, സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തരുത്, ഘടകകക്ഷികളെ ഭയപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പത്മനാഭൻ, നേരത്തെ സാങ്കേതിക തകരാറുണ്ട്, താങ്കൾക്ക് മുഴുവിപ്പിക്കാനായിരുന്നില്ല, അതിലേക്ക്. യുടെ കാര്യത്തിൽ വിനിയോഗത്തിൽ ചില തകരാറുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓഡിറ്റിംഗ് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ആരോഗ്യ രംഗത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024 സാമ്പത്തിക വർഷം, അത് മാർച്ച് 31-നുള്ളിൽ ആരോഗ്യ മേഖലയിൽ ചില കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. അതിലൊന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അന്ന് അത് സാധ്യമല്ല എന്ന് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഫണ്ട് അലോട്ട്മെന്റ് അവിടെ നിന്നു. അപ്പോഴാണ് പൈസ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ 2024 ജൂൺ മാസത്തിൽ പേര് മാറ്റി. അപ്പോഴേക്കും ആ സാമ്പത്തിക വർഷം കഴിഞ്ഞു. അപ്പൊ ഫണ്ട് വന്നില്ല. സത്യത്തില് ഈ ആശാ വർക്കർമാരുടെ ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ സർക്കാർ ബുദ്ധിമുട്ടിലാവാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നിങ്ങൾ കൈപ്പറ്റുമ്പോൾ ആ ഫണ്ട് കൊടുക്കുന്ന സമയത്തുള്ള നിബന്ധനകൾ നിങ്ങൾ പാലിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് കേരളം പോലുള്ള സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നേരിടുന്ന, കാരണം ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. ഒന്ന് കേരളം, മറ്റൊന്ന് ആന്ധ്രാപ്രദേശ്, മറ്റൊന്ന് രാജസ്ഥാൻ, ഒന്ന് പശ്ചിമ ബംഗാൾ, മറ്റൊന്ന് പഞ്ചാബ്. ഈ 5 സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചേ പറ്റൂലേ. ഫണ്ട് അലോട്ട്മെന്റ് വൈകും, അല്ലെങ്കിൽ ഫണ്ട് അലോട്ട്മെന്റ് നിലയ്ക്കും. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ കേരള സർക്കാരിന് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പൊ അത് കേരളം ആണ് അത് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു സംഗതി ഞാൻ പറയാം. നമ്മളെ കേരളത്തിലെ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിന് ചില തകരാറുകൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 644 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഇവിടെ പുതുക്കി പണിയാണ്. നാഷണൽ ഹൈവേ 63,000 കോടി രൂപ ചെലവിൽ 644 കിലോമീറ്റർ. അത് നമുക്കറിയാം എങ്ങനെ നിർമ്മിക്കുന്നത്. കുന്നിടിച്ചിട്ടും വയൽ നികത്തിയിട്ടുമാണ് അത് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത്, ഇപ്പൊ ഈ മഴക്കാലത്ത് ചില സ്ഥലങ്ങളിൽ ചില മഴ കാരണം ചില കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ എന്തൊരു വലിയ വിമർശന എന്താ പറയാ ബഹളമായിരുന്നു കേരളത്തില്. ഈ 644 കിലോമീറ്റർ ഹൈവേ പണിയുമ്പോൾ 8-10 സ്ഥലത്താണ്, അതും വലിയ മഴ കാരണം വലിയ കുന്നുകൾ ഇടിച്ച് വലിയ വയലൊക്കെ നികത്തി ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതിനെ പർവ്വതീകരിച്ച് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു അന്തരീക്ഷം ചില ആൾക്കാർ സൃഷ്ടിക്കുന്നുണ്ട്. വല്ലാതെ നെഗറ്റിവിറ്റി എന്താ പറയാ സമൂഹത്തിലേക്ക് കുത്തിവെക്കുന്ന ഒരു പരിപാടി. ആ ആളുകളുടെ കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാവണം. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കരുത്. അവരോട് മത്സരിക്കാൻ പോയിട്ടോ ബഹളം ഉണ്ടാക്കാൻ പോയിട്ടോ കാര്യമല്ല. അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള, ഈ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാതിരിക്കുക, പോസിറ്റിവിറ്റിയിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മനോഭാവം കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിൽ ഈ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, കേന്ദ്രവും കേരളവും പരസ്പരം മല്ലടിക്കേണ്ടവരല്ല. കേരളവും കേന്ദ്രവും സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം സഹകരിച്ച് നമ്മുടെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തി മാക്സിമം ആളുകൾക്ക് പരമാവധി ഗുണം ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കേണ്ടവരാണ് എന്ന ഒരു ധാരണ, ബോധ്യം എല്ലാവർക്കും ഉണ്ടായാൽ നന്ന് എന്നേ പറയാനുള്ളൂ. ശ്രീ സുരേഷ് ബാബു, അതാണ് ഈ നിബന്ധനകൾ പാലിക്കാതെ കൃത്യമായ ഓഡിറ്റിംഗ് നടത്താതെ കണക്കുകൾ ബോധ്യപ്പെടുത്താതെ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്ന് വിലപിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, അദ്ദേഹം ആ രൂപത്തിൽ അല്ല സംസാരിച്ചത്. പക്ഷേ അതെനിക്കട്ടെ, പത്മനാഭൻ സംസാരിച്ച കാര്യങ്ങളോട് വളരെ പോസിറ്റീവായൊരു പ്രതികരണം തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. കാരണം അതൊരു വളരെ നല്ല രൂപത്തിലുള്ള ഒരു സമീപനമാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ വിയോജിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഒരു നോമൻക്ലേച്ചറിൽ ഒരു ഭേദഗതി ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളും സംസ്ഥാനത്തെ ഭരണകൂടവും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണല്ലോ. ഒരു ഭേദഗതി ആവശ്യപ്പെട്ടാൽ ആ ഭേദഗതി കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ വൈമുഖ്യം കാണിക്കുന്നത്? കേരളവും കേന്ദ്രവും അല്ലെങ്കിൽ
ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റും സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റും തമ്മിൽ പോരടിക്കേണ്ടവരല്ല. അവർ ഈ രാജ്യത്തിൻ്റെ പരസ്പരം സഹകരിച്ച് ഒരുപോലെ ഒരു നുകത്തിൽ കെട്ടിയ കാളയെപ്പോലെ ഒരുമിച്ച് നീങ്ങേണ്ടുന്ന രണ്ട് ഭരണ സ്ഥാപനങ്ങളാണ്. അത് പോകണം. നേരെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ പത്മനാഭൻ വക്കീൽ പറഞ്ഞ കാര്യം ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ 600 ചില്ലുവാനും കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു റോഡ്, ഒരു ഹൈവേ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള സോയിലുള്ള ഒരു പ്രദേശത്തുകൂടെ നിർമ്മിക്കുമ്പോൾ ആകെ ഒരു കിലോമീറ്റർ ആകെ മൊത്തം എടുത്തു നോക്കിയാൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഉണ്ടാക്കിയ ബഹളങ്ങൾ മുഴുവൻ ഈ പറയുന്ന ഒരു സമൂഹത്തിൽ, അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. എല്ലാത്തിൻ്റെയും ഒരു ദോഷം ഉണ്ടാക്കി കാണുക, ദോഷം കാണുക, എന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുക, അത് വിൽക്കുക, അത് വിൽപ്പന നടത്തി ലാഭം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ഒരു സമീപനമുണ്ടല്ലോ. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഈ ഡോക്ടറും ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഒന്നും ഞാൻ സംശയിക്കുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയും ഒരു പ്രദേശത്തെയും ഒക്കെ വല്ലാതെ അങ്ങോട്ട് അപകടപരമായിട്ട് പോവുക. 3 ഓപ്പറേഷൻസ് 4 പോസ്റ്റ് ചെയ്തിട്ട് 3 കൃത്യമായി നടക്കുകയും ചെയ്യുമ്പോഴേക്കും അതിനകത്ത് സംഭവമാണെങ്കിൽ താങ്കളുടെ ഈ വാദങ്ങൾ അംഗീകരിക്കാമായിരുന്നു വളരെ എളുപ്പത്തിൽ. പക്ഷേ കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് പല തവണ നിറയെ വാർത്തകളിൽ. അവസാനമായി ശ്രീ ഡിജോ കപ്പൻ, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേന്ദ്രീകരിച്ചാണല്ലോ ചർച്ച ആരംഭിച്ചത്. അതാണല്ലോ ആധാരവും. ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ ഹബ്ബാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മൾ സമ്മതിച്ചേ മതിയാകൂ, ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത് നമ്മുടെ നാട്ടിലാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് സപ്പോർട്ടിന് ടെക്നോ പാർക്കുണ്ട്, രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജിയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ഫെസിലിറ്റിയുമുണ്ട്. അല്ല, പറയുന്നതിന് മുമ്പേ ഈ പാനലിസ്റ്റുകൾ 2 പേരും നാഷണൽ ഹൈവേയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോയിന്റിലേക്ക് ഇവർ വന്നു. കേരളത്തിൻ്റെ ഒരു സ്വഭാവം ആദ്യം എല്ലാത്തിനെയും എതിർക്കുകയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. 2003 ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്സ്പ്രസ് ഹൈവേ അനൗൺസ് ചെയ്ത കേരളത്തിലാണ്. അന്ന് 100 മീറ്റർ വീതിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുനീർ മന്ത്രിയായിരുന്നപ്പോൾ എക്സ്പ്രസ് ഹൈവേ അനൗൺസ് ചെയ്തു. അന്ന് അതിനുണ്ടായിരുന്ന ആകെ മൊത്തം ചെലവെന്ന് പറഞ്ഞാൽ 6600 കോടി രൂപയായിരുന്നു. ഇന്ന് 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിന് കഴിഞ്ഞ 2024 ഡിസംബർ വരെ കേരളം മുടക്കിയിരിക്കുന്ന 6400 കോടി രൂപയാണ്. അപ്പം അന്നത്തെ ടോളെന്ന് പറയുന്നത് അന്ന് പറഞ്ഞിരുന്നത് 300 രൂപ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് ടോളാകുമെന്നായിരുന്നു അന്നത്തെ DPR പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഹൈവേ പൂർത്തിയായി കഴിയുമ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ ടോളാകും. അന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ ടോളും കഴിഞ്ഞ് റോഡ് ഫ്രീ ആയേനെ. അപ്പം എല്ലാ കാര്യങ്ങളിലും ആദ്യം നമ്മൾ എതിർക്കും, എന്നിട്ട് അതിൻ്റെ 4 ഇരട്ടി പണവും 4 ഇരട്ടി സമയവും നഷ്ടപ്പെടുത്തുന്ന ആ ചിന്ത കേരളത്തിൽ മാറിയാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറയാം, കേരളത്തിലെ ഡോക്ടർമാർ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരാണ്. നമ്മുടെയൊക്കെ മന്ത്രിമാരൊക്കെ അമേരിക്കയിലെ ചില ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടല്ലോ, ആ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ ഒരു മലയാളിയാണ്. അപ്പോൾ അങ്ങനെ ഏത് മേഖലകളിൽ നോക്കിയാലും അതിന് കാരണം തന്നെ പറയുന്നത്, നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഒരു ദിവസം ഒരു ഡോക്ടർ 100 പേരെയാണ് കാണുന്നതെങ്കിൽ ആ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ അതൊരു 300 പേരെ അവർ കാണും. അപ്പോൾ കൂടുതൽ രോഗികളെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ അറിവ് കിട്ടും. ഒരു ഡോക്ടർ MBBS MDO പാസ്സാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനം തീരുന്നില്ല. അദ്ദേഹം മരിക്കുവോളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികളിൽ നിന്നുള്ള അറിവ്, അതുപോലെ തന്നെ വിവിധ കോൺഫറൻസുകളിൽ പങ്കെടുത്ത് ഒക്കെയുള്ള അറിവ് കിട്ടുക. അപ്പോൾ ആ അറിവ് കൂടുതൽ ആളുകൾക്ക് ഗുണപ്രദമാകുവാനുള്ള നിർദ്ദേശം ആരുടെ ഭാഗത്തുനിന്നാണ്? ഹരീഷിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇതുപോലെ ഇതിലെ 2 പാനലിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നായാലും വെറുതെയുള്ള പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തുനിന്നായാലും അത് സർക്കാർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ചർച്ച അവസാനിക്കുകയാണ്, കാരണം സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ഡിജോ കാപ്പൻ, ശ്രീ പത്മനാഭൻ, ഒപ്പം ശ്രീ PM സുരേഷ് ബാബു എന്നിവർക്ക് വളരെയധികം നന്ദി. പ്രേക്ഷകർക്കും നന്ദി. സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.